ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേവല ഭൂരിപക്ഷത്തിലേക്ക് കടക്കാൻ ബി ജെ പിക്ക് ആവശ്യമുണ്ടായിരുന്നത് ജെ ഡി യുവിൻ്റെയും ടി ഡി പിയുടെയും പിന്തുണയാണ്. ഇതിൽ ജെ ഡി യുവും ടി ഡി പിയും ഒരേപോലെ ആവശ്യപ്പെട്ടൊരു കാര്യമാണ് തങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് അഥവാ ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പദവി നൽകണം എന്ന ആവശ്യമായാണ് അവർ ഈ മുന്നണിക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. എന്നാൽ ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാർ ബി ജെ പിയോടും മോദിയോടും ആവശ്യപ്പെട്ട ബീഹാറിന് പ്രത്യേക പദവി എന്ന ആ ആവശ്യം ഇപ്പോൾ സർക്കാർ തള്ളിയിരിക്കുകയാണ്. ബീഹാറിന് പ്രത്യേക പദവി നൽകാൻ കഴിയില്ല എന്ന മറുപടി രേഖാമൂലം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ജെ ഡി യു നേതാവും എം പിയുമായ രാംപൂർ മണ്ഡലിനാണ് ബി ജെ പി 2021 ഇന്റൽ മിനിസ്റ്റീരിയൽ ഗ്രൂപ്പ് നിയമപ്രകാരം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി പങ്കജ് ചൗധരി രേഖാമൂലം അറിയിപ്പ് കൈമാറിയിരിക്കുന്നത്. ഇതോടെ നിതീഷ് കുമാറിന്റെ തീരുമാനം ഇനി എന്തായിരിക്കുമെന്ന് ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ് ബി ജെ പിയും ഒപ്പം പ്രതിപക്ഷവും. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടാൻ 240 സീറ്റുകൾ മാത്രമുള്ള ബി ജെ പിക്ക് കഴിഞ്ഞത് ടി ഡി പിയുടെയും ജെ ഡി യുവിൻ്റെയും സഹായത്തോടെയായിരുന്നു. ഇന്ത്യ സഖ്യം എന്ന ആശയത്തിന് രൂപം നൽകുന്നതിൽ പ്രധാനിയായിരുന്നു നിതീഷ് കുമാർ. എന്നാൽ ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റ പ്രചാരണങ്ങളിൽ സജീവമായതോടെ നിതീഷ് കുമാറിനെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും വേർതിരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം മോദി നടത്തി. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം നിതീഷ് കുമാർ ബി ജെ പിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതുപോലും ബീഹാറിന് പ്രത്യേക പദവി നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയും മറ്റ് ചില വ്യക്തിപരമായ രാഷ്ട്രീയ ഉദ്ദേശങ്ങളോടെയും ഒക്കെയായിരുന്നു. ഇതേ ഉദ്ദേശങ്ങൾ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും മുന്നോട്ട് വന്നു. എന്നാൽ നായിഡുവിൻ്റെയും സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും മനസ്സിലുള്ളത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇരു സംസ്ഥാനങ്ങൾക്കും അനുകൂലമായ നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ആ സംസ്ഥാനങ്ങളിലെ ഭരണ പാർട്ടികളായ ടി ഡി പിക്കും ജെ ഡി യുവിനും അനുകൂലമാക്കിയേക്കും. അത് ബി ജെ പിക്ക് ആ സംസ്ഥാനത്തും ഇന്ത്യ ഒട്ടുക്കും രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് ബി ജെ പി മനസ്സിലാക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇത്തരം സാധ്യതകൾ മുന്നിൽ കണ്ട് മറ്റു ഘടകകക്ഷികളോ രാഷ്ട്രീയ പാർട്ടികളോ സംസ്ഥാനങ്ങളോ ഒക്കെ കേന്ദ്രത്തിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്യുന്നതും ബി ജെ പി മുന്നിൽ കാണുകയാണ്. ഇവയെല്ലാം ബി ജെ പി മുന്നിൽ കാണുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി എന്നത് കടലാസിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ബി ജെ പി തീരുമാനിച്ചതും. അതേസമയം എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ജെ ഡി യു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചാൽ ഇതേ രീതിയിൽ പ്രതികരണവുമായി ടി ഡി പിയും മുന്നോട്ട് വന്നേക്കും. നിലവിൽ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് മുൻപിൽ വിയർക്കുന്ന ബി ജെ പിക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയാതെയും വരും. അതേസമയം ഏത് നിമിഷവും സർക്കാർ വീഴുമെന്ന മുന്നറിയിപ്പ് ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ള ചില പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ നിരന്തരം പറയുന്നതിനെ ജാഗ്രതയോടെയാണ് കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നതും.